റിപ്പോർട്ട് ബ്രേക്കിംഗ്. മന്ത്രി റോഷി അഗസ്റ്റിന്റെ വാക്ക് പാഴ്വാക്ക എന്നാരോപിച്ച് ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുന്നു. സ്വന്തമായി കെട്ടിടം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നാരോപിച്ചാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിനൊരുങ്ങുന്നത്. കോളേജിന് സ്വന്തമായി ഹോസ്റ്റലും ലാബും വേണമെന്ന ആവശ്യവും യാഥാർത്ഥ്യമായിട്ടില്ല. ലേഡീസ് ഹോസ്റ്റലിലെ ഇടുങ്ങിയ ഒരു മുറിയിൽ താമസിക്കുന്നത് 15ഓളം വിദ്യാർത്ഥികളാണ്. പറയുവാണെങ്കിൽ 2 വർഷമായി ഞങ്ങളിവിടെ വന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും നഴ്സിംഗ് കോളേജ് എന്നുള്ള രീതിയിലുള്ള ഒരു ഫെസിലിറ്റീസ് ഒന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഒരു ക്ലാസ് റൂമോ അല്ലെങ്കിൽ ഒരു കോളേജോ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റലോ അതൊന്നും ഒരു പ്രായോഗിക സൊല്യൂഷൻ ആയിട്ടില്ല. ഇപ്പോഴും താൽക്കാലികമായിട്ട് അവിടെ ക്ലാസ് റൂം, അവർക്ക് ക്ലാസ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ക്ലാസ് റൂം, അങ്ങനെ രീതിയിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഹോസ്റ്റലിൻ്റെ കാര്യം പറയാനാണെങ്കിൽ തന്നെ പരീക്ഷയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ പഠിക്കാനായിട്ടുള്ള സ്ഥലമില്ല. ഈ തണുപ്പത്തിന് ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് അടിസ്ഥാനമായിട്ടൊരു ഹോസ്റ്റൽ തന്നു എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു, വാക്കാൽ പറഞ്ഞു. അതുപോലെ ഇവിടെ ലെറ്ററൊക്കെ വന്നിട്ട് പോലും ഇതുവരെ ഞങ്ങൾ അങ്ങോട്ട് മാറ്റിയിട്ടില്ല. അതിന് ആരാ തടസ്സം എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് ഇതിനെല്ലാം ഒരു മാറ്റം വന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ സമരത്തിലോട്ട് തന്നെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സത്യമായിട്ടും പറ്റുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ഗവൺമെന്റ് കോളേജ് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ നമ്മൾ ഗവൺമെന്റിന്റെ അല്ലേ, ഗവൺമെന്റ് എന്താണെങ്കിലും വെറുതെ ആക്കൂലല്ലോ, എന്താണെങ്കിലും ശരിയാക്കി തരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിങ്ങോട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഹോസ്റ്റലിന്റെ കാര്യം കുറച്ച് മോശമായി എന്ന് വേണമെങ്കിൽ പറയാം. വേറെ നന്നായ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ പെർമനന്റ് ആയിട്ട് സ്റ്റാഫ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ രണ്ട് ഡ്യൂട്ടേഴ്സ് വന്നിട്ടുണ്ട്. വാക്കുകൾ മാത്രമുണ്ട്, എല്ലാവരും അതെല്ലാം പാഴ്വാക്കാന്ന് മനസ്സിലാക്കാനായിട്ട് ഇവർ നമ്മളെ കുട്ടികളെ സമരത്തിന് ഇറങ്ങാതിരിക്കാനായിട്ട് നമുക്ക് പാഴ്വാക്കുകൾ നന്നാണെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. വീണ്ടും സമരത്തിലേക്ക് പോവുകയാണ്. ഈ 120 കുട്ടികളും ഇനി വരുന്ന അടുത്ത ബാച്ച് 60 കുട്ടികളും കൂട്ടി 180 കുട്ടികളും അവരുടെ പേരൻസും അനിശ്ചിതകാല സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. എല്ലാ കുട്ടികൾക്കും കിട്ടിയതുപോലെ നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ പൈനാവിലെ ഹോസ്റ്റൽ നമുക്ക് അനുവദിച്ചു തരണം. അതും അതുപോലെ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള ക്ലാസ് റൂം, അധ്യാപകരുടെ കുറവുകൾ, എല്ലാം കുട്ടികളുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ വേണ്ടിയാണ് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ വിദ്യാർത്ഥികൾ സമരത്തിലേക്ക് നീങ്ങുകയാണോ? എന്താണ് റോഷി അഗസ്റ്റിൻ നൽകിയിരുന്ന ഉറപ്പ്? ആ ഉറപ്പ് എപ്പോഴാണ് നൽകിയിരുന്നത്? സ്മൃതി, 2023-24 അധ്യയന വർഷമാണ് ഇടുക്കി നഴ്സിംഗ് കോളേജ് ക്ലാസുകൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ ക്ലാസുകൾ ആരംഭിച്ച് 2 വർഷം പിന്നിടുകയാണ്. 3-ാം വർഷ വിദ്യാർത്ഥികൾ, 3-ാമത്തെ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾ വരാൻ പോവുകയാണ്. ഇതുവരെയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ പോലും ഭരണകൂടത്തിന് തയ്യാറായിട്ടില്ല, ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ ഡിസംബറിൽ ഇതേ വിദ്യാർത്ഥികൾ സമരം നടത്തിയിരുന്നു. അന്നാണ് ഇപ്പോഴത്തെ ജില്ലയിലുള്ള റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ അവിടെ എത്തുകയും ചില ഉറപ്പുകൾ നൽകുകയും ചെയ്തത്. ഉടൻ തന്നെ ക്ലാസുകൾ നിർമ്മിക്കാം, അതോടൊപ്പം തന്നെ ഹോസ്റ്റലുകൾ അനുവദിക്കാം, ആവശ്യമായ ലാബുകൾ ഒരുക്കാം എന്നീ കുറെ ഉറപ്പുകൾ നൽകിയിരുന്നു. ഇപ്പോൾ മാസങ്ങൾ പിന്നിട്ടിട്ടും ഈ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ല. അതുകൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ സമരങ്ങളിലേക്ക് കടക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ഇപ്പോൾ 120 വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. അടുത്ത ബാച്ചിൽ ഉടൻ തന്നെ 60 വിദ്യാർത്ഥികൾ കൂടി വരാൻ പോവുകയാണ്. ഇങ്ങനെ 180 വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളുമാണ് സമരത്തിലേക്ക് കടക്കുന്നത്. ഒരു സംസ്ഥാനത്തെ ഒരു നഴ്സിംഗ് കോളേജിലാണ് ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹോസ്റ്റലിന്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ലേഡീസ് ഹോസ്റ്റലിലെ ഒരു റൂമിൽ 15ഓളം വിദ്യാർത്ഥികളാണ് ഇടുങ്ങിയ മുറിക്കുള്ളിൽ കഴിയേണ്ടി വരുന്നത്. ആൺകുട്ടികളാണെങ്കിൽ അടുത്തുള്ള വീടുകളിൽ വാടകയ്ക്ക് കഴിയേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിലെ കുറേയധികം കെട്ടിടങ്ങൾ നൽകിയിരിക്കുകയാണ്. ഈ കെട്ടിടങ്ങളിലാണ് താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. വിദ്യാർത്ഥികൾ പല ജില്ലകളിൽ നിന്നുമാണ് കുറേയധികം പ്രതീക്ഷകളുമായി ഇടുക്കി ജില്ലയിലേക്ക് എത്തിയത്. വിദ്യാർത്ഥികൾ ഒറ്റവാക്കിൽ പറയുന്നത് തങ്ങൾ പെട്ടുപോയി എന്ന് തന്നെയാണ്. ഇതിൽ അടിയന്തരമായ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഉടൻ തന്നെ പരമാവധി ഒരാഴ്ചക്കുള്ളിൽ അനിശ്ചിതകാല സമരം തുടങ്ങാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. സ്മൃതി, ശരി. ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ സമരത്തിലേക്ക് നീങ്ങുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.